താൻ ധൈര്യമായിട്ട് പോടൂ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ധൈര്യം കൈവിട്ട് കളയരുത്. കാര്യങ്ങള് നമ്മൾ വിചാരിക്കുന്നത് പോലെ വന്നില്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് പോവാം. അവിടെ ഏതെങ്കിലും ഗ്രാമത്തിൽ. എല്ലാം വരുന്നിടത്ത് വെച്ച്. ഇപ്പൊ ദിയയുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാം. ബാക്കി നാളെ കഴിഞ്ഞ്. വലിയൊരു അപകടത്തിന്റെ വക്കീലെത്തിയല്ലേ? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തുടങ്ങിയ അതേ സമ്മർദ്ദം വീണ്ടും എത്തി അല്ലേ? ഒളിച്ചോടാനാണോ തീരുമാനം, അതോ കീഴടങ്ങാനോ? കീഴടങ്ങലും വേണ്ട, ഒളിച്ചോട്ടവും വേണ്ട. ഫൈറ്റ് ചെയ്യണം. മുമ്പ് നിന്റെ ആശയങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നില്ലേ? അതേ ശക്തിയിലുള്ള ഫൈറ്റ് ചെയ്യൽ, അതാണ് ആവശ്യം. തോൽക്കോ ജയിക്കോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി തോറ്റാലും കീഴടങ്ങുന്നതിനേക്കാൾ എത്രയോ അഭിമാനകരമാണ് പൊരുതി തോൽക്കുന്നത്. ഇല്ല, ഫൈറ്റ് ചെയ്യാനുള്ള ശക്തി ഇപ്പോഴില്ല. സംരക്ഷണം കൊടുക്കേണ്ട ചിലര് എന്നോടൊപ്പമുണ്ട്. ഞാൻ തോറ്റാൽ അവരൊറ്റപ്പെടും. ഒരുമിച്ച് ഒളിച്ചോടുകയെ ഇനി നിവൃത്തിയുള്ളൂ. ശരി, ഏത് നാട്ടിലേക്ക് ഓടിയകന്നാലും ഞാൻ കൂടെ കാണും, എന്റെ മകളിലൂടെ. ഒട്ടും വിഷമിക്കാതിരിക്കേ. ഒരു 5-6 ദിവസത്തിനകം ഞങ്ങളൊരു ഇറക്കം അങ്ങ് ഇറങ്ങാൻ പോവുമല്ലയോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലാ വക്കീൽ ഓഫീസുകളും ഞങ്ങൾ കയറി ഇറങ്ങും. കാവ്യമോളുമായി പരിചയമുള്ള എല്ലാവരെയും ഞങ്ങൾ കാണും. അല്ല, അച്ഛൻ ചോദിക്കല്ലേ എവിടെ പോവാണെന്ന്? ബെസ്റ്റ്. കള്ളം പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണോ? എന്തോന്നു? അല്ല, എന്നെ പഠിപ്പിക്കണോന്ന്? അണ്ണാൻ കുഞ്ഞിനെ ആരെങ്കിലും മരം കയറാൻ പഠിപ്പിക്കണോ? ഞങ്ങളെ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞാ ഇറങ്ങാൻ പോണത്. അമ്പലത്തിൽ പോണോന്നും പറഞ്ഞിറങ്ങി മുഴുവൻ കോടതികളും കയറി ഇറങ്ങും. അയ്യോ, അത് കള്ളം ചെയ്യലല്ലേന്നാണോ? നല്ലതിനു വേണ്ടിയുള്ള കള്ളം ദൈവങ്ങളും സഹിക്കും. ഭഗവാൻ കൃഷ്ണൻ നന്മ ജയിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു കള്ളങ്ങൾ കാണിച്ചിട്ടില്ലേ? അതുകൊണ്ടല്ലേ കള്ളകൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. അതുമല്ല, ഞങ്ങൾക്ക് കള്ളം ചെയ്യല് പണ്ടേ ശീലമാണ്. നീ ഒന്ന് ചുമ്മാ എന്ത് കുഞ്ഞുങ്ങളറിഞ്ഞ കുറച്ചില്ലാണെന്നാണോ? കേട്ടോ മോളെ, പണ്ട് സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ.
ഒന്നും മിണ്ടായിരിക്കാനാ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാതെ. അല്ല, നല്ല കാര്യങ്ങൾ പറയുന്നത് നല്ലത് തന്നെ. പക്ഷെ നല്ല കാര്യങ്ങൾ പറയുമ്പോ ഇടയ്ക്കൊക്കെ ഉള്ള കാര്യവും പറയണമല്ലോ. അച്ഛമ്മേ, അമ്മ അന്വേഷിച്ചു പോകുമ്പോ ഞാനും കൂടി വരട്ടെ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സഹായിക്കാൻ പറ്റും. വേണ്ട മോളെ, ഇതിപ്പോ ചെവിക്ക് ചെവി അറിയാതെ ഞങ്ങൾ മാത്രം പോയിട്ട് വരാം. അമ്മയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഫോൺ നമ്പർ, അഡ്രസ്, ഓഫീസ് ഒക്കെ. മോൾ എന്താ ആലോചിക്കുന്നത്? അല്ല, എന്റെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ അഡ്വക്കേറ്റാ. അവളോട് ചോദിച്ചിട്ട് ഞാൻ... വേണ്ട മോളെ, വേറെ ആരോടും ചോദിക്കണ്ട. മോക്കറിയില്ല, ഇത് കണ്ണിലെ കരട് പോലെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. മോൾ ഇതിലിടപെടണ്ട. എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങള് ഞാൻ പറഞ്ഞുതരാം. വേറെ ആരോടും ചോദിക്കണ്ട. വേറെ ആരോടും ചോദിക്കുക എങ്ങനെ അറിയാനാ? ഒരു നമ്പർ ഇടാം. അച്ഛമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മ ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ അകലെയാ താമസിക്കുന്നത്. അവിടെയുള്ള ഒരു കോടതിയിലാ ജോലി ചെയ്യുന്നേ എന്നൊക്കെയാ ഞാൻ സ്വപ്നം കണ്ടേ. ആണോ? കണ്ടോടി, മോളുടെ മനസ്സിലെ അമ്മ അങ്ങ് നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ടാ എപ്പോഴും സ്വപ്നം കാണുന്നത്. ഞാൻ പറയുന്നതേ മോളും കൂടെ വരട്ടെന്ന. ഒരു യുവരക്തം കൂടെ ഉള്ളത് നല്ലതാ. നീ ഒന്ന് വെറുതെ ഇരിക്കുന്നങ്കം. മോളെ, അച്ഛമ്മ പറയുന്ന അനുസരിക്കും. അമ്മയെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ശരി അച്ഛമ്മേ. ഗുഡ് മോർണിംഗ് ജീവ സാർ. പൊതച്ചുമൂടി നല്ല ഉറക്കമാണല്ലോ. ഈ ഉറക്കമൊക്കെ ഇന്നത്തോടെ തീരാൻ പോവാ. ചേച്ചി, ചേച്ചി, ചേച്ചി എണീക്ക്. ചേച്ചി, ചേച്ചി എണീക്ക്. കുറച്ചുകൂടെ ഉറങ്ങട്ടെ പോ. പറ്റില്ല, പറ്റില്ല. നേരം വെളുത്തു. ഉറങ്ങിയതൊക്കെ മതി. അങ്ങോട്ട് എണീറ്റേ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആണോ? എനിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങോട്ട് എണീക്കാനാ പറഞ്ഞത്. എന്നും ഉണരുന്ന സമയമായിട്ടില്ല. എന്നും ഉണരുന്ന സമയമായില്ലല്ലേ? പക്ഷേ ഇന്ന് മുതലേ ഇതാ സമയം. അങ്ങോട്ട് എണീക്കാനാ പറഞ്ഞത്. എന്താ പൂ, നിനക്ക് ചേച്ചിയുടെ സ്നേഹമില്ലേ? അതെ, ചേച്ചിയുടെ സ്നേഹം ഉള്ളത് കൊണ്ടാ രാവിലെ ഉണർത്തുന്നത്. ഒന്നാമത്, നേരം വെളുക്കുന്നതിന് മുൻപ് ഉണരണം. അത് ഉന്മേഷം കൂട്ടും, ബുദ്ധി കൂട്ടും. ദിയ ചേച്ചി പറഞ്ഞതാ. ആ പിന്നൊന്ന്, ചേച്ചി ഇന്ന് മുതലേ ദിയ ചേച്ചിയുടെ എല്ലാ സ്വഭാവവും വരുത്തണം. അറിയാലോ, ഇന്ന് അമ്മയച്ഛനും എല്ലാം ശ്രദ്ധിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റേ. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഉറങ്ങണോ? ശരി, ഉറങ്ങിക്കോ. ഞാനേ ഇപ്പൊ തന്നെ അമ്മയോട് ചെന്ന് പറയാം. ഇത് ദിയ ചേച്ചിയല്ല, റിയ ചേച്ചിയാണ്. നീ എന്ത് വരട്ടാണോ? അമ്മേ, ഒരു കാര്യേ, ഇത് ദിയ ചേച്ചി. അപ്പൊ എന്താ ഇത്? ഞാൻ കിടന്ന് ഉറങ്ങയില്ലല്ലോ. ഇങ്ങനെ കരഞ്ഞോണ്ടാണോ ചേച്ചി എഴുന്നേക്കുന്നേ? നല്ല ഉന്മേഷം വരട്ടെ. ശരി, ഉന്മേഷം വന്നു. ഞാൻ കിടന്ന് ഉറങ്ങിക്കോട്ടെ. കിടക്കാനോ? ചേച്ചി ഇങ്ങ് വന്നേ. ആ പിന്നെ, നമുക്കൊരു പുതിയ സ്ഥലം കാണാം. ഏത് പുതിയ സ്ഥലം? അതെ, ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം. അങ്ങനെയാ ദേ ചേച്ചി പറയുന്നത്. അതേത് സ്ഥലം? ഏകദേശം ലോകത്തിലെ ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലം ചേച്ചി സത്യമായിട്ടും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലും
ചേച്ചി വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. വന്നേ, ഞാൻ കാണിച്ചു തരാം. വാ വാ ചേച്ചി. വാ ചേച്ചി. ദാ നമ്മുടെ സ്ഥലമെത്തി. ഇത് അടുക്കളയല്ലേ? ആ, ഇതാണ് ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം. ദിയ ചേച്ചി അങ്ങനെയാ പറയുന്നേ. അവർക്ക് വട്ടാണ്. ദിയ ചേച്ചി പറയുന്നത് എന്താണെന്നോ, അടുക്കളയിൽ നിൽക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ നമ്മളുടെ അടുത്ത് എത്തൂന്ന. എന്തോന്ന്? അടുക്കളയിലെ സാധനങ്ങൾ. അരി വരുന്നതേ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രല്ല, തമിഴ്നാട്ടിൽ നിന്നും കൂടിയാ. മുളക് ആന്ധ്രയിന്ന്, പയറും പരിപ്പും അതുപോലെ, പഞ്ചസാര വേറൊരു സ്റ്റേറ്റിൽ നിന്ന്. ദേ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അത് കാശ്മീരിന്ന്. അങ്ങനെ എല്ലായിടത്തു നിന്നുള്ള സാധനങ്ങള് കൂടുന്ന സ്ഥലമാണ് അടുക്കള. ഒരുപാട് ആളുകള് അധ്വാനിക്കുന്നതിന്റെ റിസൾട്ടാ നമ്മുടെ അടുക്കള നൽകുന്നത്. അതിൽ മലയാളി, തമിഴ്നാട്ടുകാരനും ഹിന്ദിക്കാരനും ബംഗാളിയും ഗുജറാത്തിയും ഒക്കെയുണ്ട്. അതുകൊണ്ടാ ചേച്ചി പറയുന്നത് ഏറ്റവും നല്ല സ്ഥലം അടുക്കളയാണ്. അത് കൊള്ളാലോ സത്യത്തി, എനിക്കത് ഇഷ്ടപ്പെട്ടു. വാ പോ. എവിടെ പോവാൻ? ഇന്നു മുതലേ അടുക്കളപ്പണി തുടങ്ങാൻ പോവാ. അടുക്കളപ്പണി തുടങ്ങാനോ? ഞാനോ? അല്ല, ചേച്ചി ഞാനും കൂടി. ദിയ ചേച്ചി അങ്ങനെയാ. ആ, വല്ലപ്പോഴും അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ചെയ്യണം. അതൊന്നും പറ്റില്ല. അങ്ങനെ കുട്ടികളിങ്ങനെ ഗ്യാസ് ഒന്നും കത്തിക്കാൻ പാടില്ല. കുട്ടികള് ആള് മാറി വീട്ടുകാരെ പറ്റിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ക്യാമ്പിൽ വന്ന കൂട്ടുകാരികളെ തല്ലാം, അതിനും കുഴപ്പമില്ല. മതില് ചാടി ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോവാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. വീട്ടിൽ ചായ ഇടുന്നതാ ഇപ്പൊ കുഴപ്പം അല്ലേ? നീ എന്തെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണോ? ചേച്ചി, ഞാൻ ചേച്ചിയെ ദിയ ചേച്ചി ആക്കുക. അമ്മയ്ക്ക് മൊത്തം സംശയ. ആ സംശയം മാറ്റണമെങ്കിൽ ഇങ്ങനൊക്കെ വേണം. ശരി, എന്നാ എനിക്ക് വേണ്ടി നീ ചായ ഇടപ്പോ? ആ, അത് വേണ്ട. അന്ന് എന്നെ പറ്റിച്ചു. ഇന്നിപ്പം ചേച്ചി തന്നെ ചായ ഇടണം. ഞാൻ പറഞ്ഞുതരാം. വന്നേ, വാ. ദാ ഇതാണ് ചായപാത്രം. കണ്ടിട്ടുണ്ടോ ചായപാത്രം? നീ കളിയാക്കില്ലേ? ആദ്യത്തില് വെള്ളം എടുക്കണം. എത്ര പേർക്കാണോ ചായ ഇടേണ്ടത് അത്രയും കപ്പ് വെള്ളവും കുറച്ച് കൂടുതൽ. കൂടുതൽ എന്തിനാന്ന് വെച്ചാ തിളയ്ക്കുമ്പോ കുറച്ച് വെള്ളം ആവിയായി പോവും. ഓ, അപ്പൊ വെള്ളം എടുക്കാം. ഇതാ പിടിച്ചേ, ചെന്ന് വെള്ളം എടുത്തേ. അളവ് ഗ്ലാസ് എടുക്കാം. ഇപ്പൊ ചായ ഇടാൻ പഠിച്ചോ? ആ, പഠിച്ചു. ഇഷ്ടപ്പെട്ട് പഠിച്ചോ അതോ കഷ്ടപ്പെട്ട് പഠിച്ചോ? എന്നുവെച്ചാ ദിയ ചേച്ചി എപ്പോഴും പറയുന്നതാ. ഞാനിടയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കാറുണ്ടെന്ന് പറയുമ്പോ ദിയ ചേച്ചി പറയും, കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് വേണം പഠിക്കാൻ. ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ മനസ്സിൽ തന്നെ ഇരിക്കുമെന്ന്. ഞാൻ ഇഷ്ടപ്പെട്ടാ പഠിച്ചത്. ആ, അത് സൂപ്പർ. ചേച്ചി ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഒരാഴ്ച കൊണ്ട് ദിയ ചേച്ചിയെ പോലെ ആവാം. പിന്നൊരു കാര്യം, എന്താ അപ്പോ ചേച്ചി പലപ്പോഴേ ഓവറാ.
ഭയങ്കര ഓവറാ. ആണോ? അമ്മയോട് കാണിക്കുന്ന സ്നേഹം വല്ലാത്ത ഓവറാ. അത് ചേച്ചി ശ്രദ്ധിക്കണം. ആ ഇനി ചേച്ചി ഓവർ ആവുമ്പോ ഞാനൊന്ന് ചുമയ്ക്കും. എന്റെ ചുമ കേട്ടാ ചേച്ചി വിചാരിച്ചോണം അതൊരു സിഗ്നൽ ആണെന്ന്. ശരി, ചായ എടുത്തോണ്ട് പോവാം. ഗുഡ് മോർണിംഗ് കാവ്യ. താൻ റെഡിയാവുന്നില്ലേ? ഇന്ന് സാക്ഷികൾ നേരത്തെ വരും. ഞാനിന്ന് വരുന്നില്ല ശ്രീ. വരുന്നില്ലെന്നോ? ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാ. അതിലും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ചായ 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 ചൂട് ചായ, അടിപൊളി ചായ. ഇവിടെ ഒരു ചായ, അവിടെ ഒരു ചായ. താങ്ക് യു. കൊള്ളാലോ, കുറച്ചു ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. ആ അമ്മേ, ചേച്ചി അങ്ങ് ഞെട്ടിച്ചു. രാവിലെ ഞാൻ ഉണർന്നു നോക്കുമ്പോ ചേച്ചിയെ കാണുന്നില്ല. ചേച്ചിയുടെ എവിടെ പോയിന്ന് നോക്കി ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ ചേച്ചിയുടെ ചായ ഇടുന്നു. ആണോ? ആ നല്ല സൂപ്പർ ചായ, അടിപൊളി. ഇപ്പോഴാ ദിയക്കുട്ടി പഴയ ദിയക്കുട്ടി ആയത്. അമ്മയ്ക്ക് ചായ ഇഷ്ടപ്പെട്ടോ? സത്യമോളെ, ഗംഭീരായിരിക്കുന്നു, അതിഗംഭീരം. അമ്മ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് എത്ര വലിയ സന്തോഷാണെന്നോ. കൊള്ളാം, ഗംഭീരായിട്ടുണ്ട്. ഞാനിപ്പോ ചായ ഇടാനൊക്കെ പഠിച്ചു. മോളിതൊക്കെ നേരത്തെ പഠിച്ചതല്ലേ? ഇത്രയും നല്ല ചായ ഇടാൻ പഠിച്ചു എന്ന് പറഞ്ഞതാ അല്ലേ ചേച്ചി? അതെ അതെ. ആ അപ്പൊ ഓക്കെ, ഇനി ഞങ്ങള് ചെടിക്ക് വെള്ളം ഒഴിക്കട്ടെ. വാ ചേച്ചി. പെർഫോമൻസ് ചേച്ചി ഒറ്റയടിക്ക് ദേ ചേച്ചിയായി. ആ ഞാൻ ചെന്നേ കൂടുതലൊന്ന് തള്ളി മറിച്ചിട്ട് വരട്ടെ. ഇന്ന് ഞാൻ ചെന്നേ അവരുടെ സംശയമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോ അമ്മ വിളിക്കുന്നുണ്ട്. ചേച്ചി ചേച്ചി ചെടിയുടെ അടുത്ത് പോയി നിന്നോ. അപ്പോ ദേ വരുന്നോ. മോനെ, അപ്പോ ആ എവിടായിരുന്നു? ചേച്ചിയുടെ കൂടെ നിന്ന് ചെടി നനയ്ക്കുമായിരുന്നു. വാ ഇവിടെ ഇരിക്കെ. ചേച്ചി വലിയ ഹാപ്പിയാണല്ലോ, വലിയ മാറ്റം. എന്റെ അമ്മേ, ചേച്ചി നമ്മളെ കരുതി പോലല്ല, ചേച്ചി നമ്മളെയൊക്കെ പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷിക്കായിരുന്നു? ആ അതെ അച്ഛാ. ചേച്ചി ഇപ്പോ എല്ലാ കാര്യത്തിലും പഴയതിലും സൂപ്പറാ. ചായ ഇട്ടോണ്ട് നിന്നപ്പോ ചേച്ചി പറയുക ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം അടുക്കളയാണെന്ന്.
പിന്നെന്തായിരുന്നു മോനെ അവൾക്ക് കുറച്ചു ദിവസമായിട്ടൊരു മാറ്റം? നീയും ഉറപ്പിച്ച് പറഞ്ഞാണല്ലോ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. നിനക്കെന്തോ സംശയങ്ങളൊക്കെ ഉള്ളതുപോലെ. അത് രാജ് ചേച്ചി ഓരോന്ന് പറഞ്ഞപ്പോ എനിക്കും വല്ലാതെ ടെൻഷൻ ആയതാ. ഞാനും എന്തൊക്കെയോ ആലോചിച്ചു. ആ, അതാ ഞാൻ പറഞ്ഞത്, മന്ത്രവാദവും കൂടോത്രവും ഇതിലൊന്നും വിശ്വസിക്കാൻ തുടങ്ങരുതെന്ന്. വിശ്വസിച്ച പിന്നെ എല്ലാവരുടെയും മനസ്സിന്റെ താളം തെറ്റും. കുഴപ്പം നമ്മുടെ അച്ഛാ, എന്നുവച്ചാ എന്റെ. ഞാനാ ഓരോന്ന് സംശയിച്ചത്. ചേച്ചി പറഞ്ഞത് എന്നെ ടെസ്റ്റ് ചെയ്യാറുന്നെന്നാ. ചേച്ചി വേറെ രീതിയിൽ പെരുമാറിയാ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ. നിനക്ക് ഉറപ്പാണോ മോനെ? ചേച്ചി പഴയ ചേച്ചി ആയോ? ആ ചായ കുടിച്ചപ്പോ തന്നെ അമ്മയ്ക്കത് മനസ്സിലായില്ലേ? അമ്മയൊട്ടും ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. വലിയൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ. എന്തായാലും നീ ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ചേച്ചി നമ്മളെയാ ഇതുവരെ ശ്രദ്ധിച്ചേ. അല്ല, നീ ഇരട്ട കുട്ടികളെ കുറിച്ചൊക്കെ ചോദിച്ചല്ലോ, അതെന്തിനാ? ഞാൻ പറഞ്ഞില്ലേ അമ്മ, ചേച്ചി എന്നോട് സ്നേഹം കാണിച്ചില്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. അതാ. ശരി അമ്മ. അച്ഛാ, ഞാൻ പോട്ടെ. ആശ്വാസായി. ഇതെന്തൊക്കെയാ ശ്രീ? അപ്പു പറയുന്നതൊക്കെ വിശ്വസിക്കാമോ? പിന്നല്ലാതെ, പിള്ളേരാ, അവരപ്പോഴത്തെ മനോനില വെച്ച് ഓരോന്ന് പറയുന്നതാ. നമ്മളെപ്പോഴും ദിയെ അപ്പൂവിനെ കുറിച്ച് ഓരോന്നും ചിന്തിച്ച് പേടിച്ചിരിക്കുമ്പോ ഓരോ ചെറിയ വ്യത്യാസങ്ങളെയും വല്ലാതെ സംശയിച്ചു തുടങ്ങും. അപ്പു പറയും പോലെ കുഴപ്പം അപ്പുവിന്റെയും പിന്നെ നമ്മുടേതുവാ, ദിയമോളുടേതല്ല. സമാധാനമായി. സിഐ ധനേഷ. എടുക്ക്. ഹലോ മാഡം, ഞാൻ ധനേഷ്. പറയണം സർ.